നിങ്ങളുടെ വൈഫ് പ്രഗ്നൻ്റ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങളുടെ പ്രഗ്നൻസി ജേർണി ബ്യൂട്ടിഫുൾ ആകും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഭാര്യയുടെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. പ്രഗ്നൻസി ഹോർമോൺസ് കാരണം കൂടുതൽ ദേഷ്യം വരാം, സങ്കടം വരാം. എപ്പോഴാണ് സങ്കടം വരുന്നത്, എപ്പോഴാണ് ദേഷ്യം വരുന്നത് എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇമോഷൻസ് ടൈമിൽ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കാം. നീയാണല്ലോ ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആവുന്നത് എന്നുള്ള വേർഡിങ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അവരുടെ കൂടെ സപ്പോർട്ടീവായിട്ടിരിക്കുക. പിന്നെ ഉള്ളത് നിങ്ങളുടെ ഹോസ്പിറ്റൽ വിസിറ്റ്സ്. അത് നിങ്ങൾ പാരൻസിൻ്റെ കൂടെ പറഞ്ഞയക്കാതെ എല്ലാ ഹോസ്പിറ്റൽ വിസിറ്റും നിങ്ങൾ തന്നെ കൂടെ പോവുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഈ കാല് വേദന, ബാക്ക് പെയിൻ ഒക്കെ സാധാരണയായിരിക്കും, മസിൽ ക്രാംസ് സാധാരണയായിരിക്കും. ആ സമയത്തൊക്കെ ഒരു ജെൻറ്റിൽ റബ് അത് നിങ്ങൾ അറിഞ്ഞ് ചെയ്തു കൊടുക്കുക. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. എത്ര ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പലർക്കും പല ജോബ് കാര്യങ്ങൾ തിരക്കിലൊക്കെ ആയിരിക്കും. പക്ഷേ മിനിമം ഒരു ദിവസം ഒരു ഇത്ര സമയം എന്നുള്ളതിൽ വൈഫിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക. അവർക്ക് എന്താണ് വേണ്ടത്, അവരുടെ നീഡ്സൊക്കെ അറിഞ്ഞ് അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുക. പിന്നെ ഇതേപോലെ പ്രഗ്നൻസി ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രഗ്നൻസി വീഡിയോസൊക്കെ ഒരുമിച്ചിരുന്ന് കാണുക. ബേബി കെയറിനെ പറ്റിയിട്ടുള്ള വീഡിയോസ്, അങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒരുമിച്ചിരുന്നിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പാരൻറ്റിങ്ങിനെ കുറിച്ചും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അവയർനെസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഗർഭിണികൾ തീർച്ചയായിട്ടും ഭർത്താക്കന്മാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാർ, നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണെങ്കിൽ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കും.